ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്, എൻ്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. മീൻസ് സ്വാതിക്ക് അവളുടേതായിട്ടുള്ള ശരികളും കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഇത് എൻ്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പോകണമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു, ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിനെതിരല്ല. അവൾക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ്, കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കിക്കോട്ടെ. എന്നെ അങ്ങനെ ശേഷം സ്വാതി എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാതി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഡിവോഴ്സിങ് തന്നേരെ. അങ്ങനെയാണ് ഞാൻ അവളത് പറഞ്ഞത്. ഓക്കെ, അവൾ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല, ഡിവോഴ്സ് ചെയ്യില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, 2 വെള്ളത്തിന് എന്തിനു ചവിട്ടുന്നത്, ഏതെങ്കിലും ഒരു വെള്ളം പോരെ. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ സന്തോഷമായിട്ട് ജീവിച്ചോ. ഓക്കെ, നമ്മൾ ഒരു രീതിയിലും ഒരു പ്രശ്നത്തിനും വരുന്നില്ല. പക്ഷെ ഇത് ഒന്നാമതേ നാട്ടു കേസാണ്. എൻ്റെ പൊന്നാവിയ 1 വർഷം കഴിഞ്ഞിട്ടുള്ള കേസല്ല ഇതൊക്കെ. 1 വർഷത്തോളമായില്ലേ ഇപ്പം നിങ്ങൾ ഡിവോഴ്സായിട്ട്. നീ തന്നെ പറയുന്നുണ്ട് ഇത് അവളെ ഭാഗത്തും ശരി ഉണ്ടായിരിക്കാം, എൻ്റെ ഭാഗത്തും ശരി ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഇതിനെ റിയാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ വ്ളോഗേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ട്. അവരൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ പെണ്ണിനെ, ആ സ്വാതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറിയൊന്നും പറയരുത്. ഒന്നാമത് അവി എന്നാൽ പിന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? ഒന്നാമതേ നാട്ടുകേസാണ്. എന്തിനാ നീ ഈ വീഡിയോ ചെയ്യാൻ നിൽക്കണേ? എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നാട്ടിലത്തെ ആൾക്കാർ ചോദിക്കണത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, 100 ആൾക്കാർക്ക് 100 അഭിപ്രായം ഉണ്ടാവുന്ന നാടാണ് നമ്മളത്. നീ ഇപ്പോൾ ഒരു വെള്ളം കുടിച്ചാൽ പോലും അത് കള്ളാണെന്ന് പറയാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ കമൻറ്റ് നോക്കിയിട്ടല്ലല്ലോ ജീവിക്കണം, ആൾക്കാരുടെ ഔദാര്യത്തിലൊന്നല്ലല്ലോ നീ ജീവിക്കണത്. എന്നെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഒരുപാട് പേർക്ക് അറിയണതാണ്. എന്നെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർക്ക് എൻ്റെ മേലൊരു സംശയം ഉണ്ടാവില്ല, എന്നെ കുറിച്ചിട്ട് കുറ്റം പറയാനും ഉണ്ടാവില്ല. അതുപോലെ സ്വാതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത് നീ നോക്കണ്ട. നീ പറഞ്ഞില്ല അവളുടെ ജീവിതം അവൾക്ക്, നിൻ്റെ ജീവിതം നിനക്ക്. അത് വെച്ചിട്ട് പോയാൽ പോരെ. വെറുതെ എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിൽക്കാൻ നിൽക്കണേ?